ഹേ ഗൈസ്, വെൽക്കം ബാക്ക് മച്ചാൻ വരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്കറിയാം നമ്മുടെ 2026 അപ്ഡേറ്റിന് ശേഷം നല്ല രീതിക്ക് മച്ചാൻ വരെ നമ്മുടെ ഡിഫൻസ് കാര്യങ്ങൾ ഓൾറെഡി പൊട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഒന്നാമത് നിങ്ങൾക്കറിയാം നമ്മുടെ ലിങ്കപ്ലേയും കാര്യങ്ങളും അതുപോലെ തന്നെ ഗ്രാഫിക്സ് അവർ അത്യാവശ്യം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഗെയിം പ്ലേ നല്ല രീതിക്ക് താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഡിവിഷൻ മാച്ച് ജയിച്ച് കഴിഞ്ഞാൽ റാങ്കഡ് ആയിട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് ആ ഇസ്കോൻ്റെ ഒരു കാർഡ് ഫ്രീ ആയിട്ട് കിട്ടുമെന്നാണ് കൊനാമി പറഞ്ഞത്. അപ്പോൾ ഓൾറെഡി ഗൈസ് അതിലേക്ക് ഇനി എത്താൻ വേണ്ടിയിട്ട് ഓൾറെഡി അവർ മാച്ച് അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ നെർഫഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് മച്ചാൻ വരെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ വെച്ചാൽ ഇപ്പോൾ ഓൾറെഡി നമുക്ക് വീഡിയോയിലിട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ആദ്യം തന്നെ പറയാൻ പോകുന്നത് ഗൈസ്, നിങ്ങൾക്ക് ഇപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ലൈവിൽ വരും പറയുന്നുണ്ട്, കുറച്ച് പേർക്കൊക്കെ സീനുണ്ട്, കുറച്ച് പേർക്കൊന്നും കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഡിഫൻസ് കൂട്ടുന്നുണ്ട്. അപ്പോൾ പഴയ പോലെ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് കമ്പാരിസൺ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് കമൻറ്റ് സെക്ഷനിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ മച്ചാമാർ ഓൾറെഡി നമുക്കറിയാം കുറേ പേർക്ക് എന്താ പറയുക സപ്പോർട്ട് ആവുന്നില്ല എന്ന് പറയുന്നുണ്ട്, നല്ല ലാഗും ക്രാഷും വരുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം ലൈവിൽ വന്നപ്പോൾ ആ ഒരു സൊല്യൂഷൻ നമ്മൾ അന്നേരം തന്നെ സെറ്റ് ആക്കിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആരും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പം അതുപോലെ ഗൈസ് ഓൾറെഡി നമ്മുടെ കൊനാമി തന്നെ അനൗൺസ് ചെയ്തൊരു കാര്യമാണ്, ഈ ഫുട്ബോളിൻ്റെ ഓരോ മെയിൻ്റനൻസ് വരുന്ന സമയത്തും ഗൈസ് ഈ ഒരു വ്യാഴാഴ്ച ഒരു മെയിൻ്റനൻസ് ഉണ്ട്. എന്താ പറയുക അപ്ഡേറ്റ് ഒന്നുമില്ല, ചെറുതായിട്ട് രീതിയിൽ നിങ്ങൾക്ക് അറിയാലോ വ്യാഴാഴ്ച എല്ലാ പ്രാവശ്യവും മെയിൻ്റനൻസ് ഉണ്ടാകുന്നതാണ്, തിങ്കളാഴ്ച പുതിയ പാക്കുകളും വരും. അപ്പോൾ വ്യാഴാഴ്ചത്തെ മെയിൻ്റനൻസിൽ അവർ പറഞ്ഞത് ഗൈസ് ഈ ഒരു ഗെയിം പ്ലാൻ്റെ കാര്യം താഴെ പോയത് കുറച്ച് രീതിക്ക് അവർ ഇമ്പ്രൂവ് ചെയ്യാന്ന് പറഞ്ഞ കാരണം ഓൾറെഡി കൊനാമി തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അത് സംഭവം എന്താ വെച്ചാൽ ലിങ്ക് പ്ലേയും പിന്നെ ആനിമേഷനും ഗ്രാഫിക്സും കുറേ കാര്യങ്ങളൊക്കെ ടാക്ലിംഗ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്തപ്പോൾ ഡിഫൻസും കാര്യങ്ങളും നല്ല രീതിക്ക് പൊട്ടുന്നതായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതാണ് മച്ചാൻ വരെ. അപ്പോൾ മെയിൻ്റനൻസിലൂടെ കുറച്ച് മാറ്റങ്ങളൊക്കെ അവർ കൊണ്ടുവരുമെന്നാണ് ഇപ്പോഴത്തെ ഒരു അനൗൺസ്മെന്റ് കണ്ടത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നത് ഇതേ അവസ്ഥ തന്നെയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഡിഫൻസും കാര്യങ്ങളൊക്കെ പൊട്ടിയിട്ടില്ലെങ്കിലും കുറേ രീതിക്കുള്ള മാറ്റങ്ങൾ വന്നപ്പോൾ മെയിൻ്റനൻസിലൂടെ കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റി തന്നു. പക്ഷേ അതിനനുസരിച്ച് കുറച്ച് സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ എല്ലാവർക്കും ഒന്നും തോന്നുന്നില്ല, ചിലർക്ക് മാത്രം തോന്നിയായിരുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം. പിന്നെ മച്ചാൻ ഓൾറെഡി ഇപ്പോൾ ഒരു പുതിയ ക്യാമ്പയിൻ വരുന്നുണ്ട് ഗൈസ്. ഓൾറെഡി ഒരു ക്യാമ്പയിൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ. അപ്പോൾ അടുത്ത ക്യാമ്പയിൻ എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഓൾറെഡി നിങ്ങൾക്കറിയാം സ്ട്രൈക്കറിൻ്റെ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 100 കോയിന് കിട്ടിയത്. അതേപോലത്തെ ഒരു ക്യാമ്പയിൻ ഇനി വരുന്നുണ്ട്. ഇവിടെ ഒരു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, സംഭവം എന്താ അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കി ഇത് എന്താണ്. ഒരു ഫോട്ടോ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു 100 കോയിനൊക്കെ ഫ്രീ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് തോന്നും. പിന്നെ ഗൈസ് നിങ്ങൾ മാക്സിമം എല്ലാവരും ഇപ്പം തന്നെ കോയിൻ എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. കാരണം വേറെ ഒന്നുമല്ല വെച്ചാൽ അവർ ഓൾറെഡി നല്ല പാക്കുകൾ ഓൺ ദ വേ ആണ്, നമ്മുടെ ആർനേനും പിന്നെ ഹെൻറി. അപ്പോൾ നിങ്ങളാരും ആ ഒരു അംബാസഡർ പാക്ക് ഒന്ന് മേടിച്ച് ജസ്റ്റ് കോയിൻ കളയണ്ട. എന്തായാലും മച്ചാവർ എനിക്ക് തോന്നുന്നു 2 കാർഡുകൾ അത്ര നല്ല കാർഡുകളല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ വെച്ച് നോക്കും. പിന്നെ എമാലിൻ്റെ കാർഡാണെന്ന് കുറച്ചുകൂടെ ബെറ്റർ, കാരണം മെസ്സിയുടെ കാർഡ് കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് വെച്ച് നോക്കുമ്പോൾ നല്ല രീതിക്ക് താഴെ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു മിഡൊക്കെ ആകുമ്പോൾ പുതിയ കാർഡുകൾ വരുമെന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സുവാരസും നെയ്മറൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്ക് എന്തായാലും വരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഗൈസ് നിങ്ങളെല്ലാവരും മാച്ചിന് പോകുന്നതിന് മുമ്പ് എന്തായാലും വെച്ചാൽ ഒരു ഓഫ് സൈഡ് ട്രാപ്പ് ഓഫ് ആണോ എന്ന് നോക്കണം. കാരണം ആ ഓഫ് സൈഡിൻ്റെ ട്രാപ്പ് ഓൺ ആണെങ്കിൽ നമ്മൾ കളി തോക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് എത്ര കളി കളിച്ചിട്ടും നമ്മുടെ ഓപ്പോണന്റ് വന്ന് നമ്മളെങ്ങാട്ടും 2-3 ഗോൾ ഇട്ട് അടുപ്പിച്ച് നമ്മൾ മാച്ചുകൾ തോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഈ ഒരു പോയിന്റ് മെയിനായിട്ട് കാണിച്ചത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മാച്ചിന് പോകുമ്പോൾ അത് സെറ്റിംഗ്സ് തന്നെ സംഭവം ഉണ്ട്, മാച്ചിന് പോകുമ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അവിടെ ഞാൻ ഒരു ഫോട്ടോയും കൂടെ കാണിക്കാം. അപ്പോൾ എന്തായാലും നോക്കി നോക്കുക ഗൈസ്, ഇത് ഓൺ ആണെങ്കിൽ ഓഫ് ആക്കി ഇടുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തായാലും മാച്ചിന് കളിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഗൈസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾ DMF ഇടുന്ന സമയത്ത് ഗൈസ് നിങ്ങൾക്കറിയാം ഓൾറെഡി സെലക്ഷൻ കോൺട്രാക്റ്റിലെ നോമിനേറ്റിംഗ് കോൺട്രാക്റ്റ് വെച്ച് ഇപ്പോൾ ഒരു നല്ല കുറേ കാർഡുകൾ വന്നു, റൊഡ്രി ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും വെച്ചാൽ വരെ ആ ഒരു റൊഡ്രീൻ്റെ കാർഡ്, പിന്നെ നമ്മുടെ ഓൾറെഡി കുറേ പേരിലുള്ള കാർഡുകളാണ് നമ്മുടെ ചൗമണി, അതുപോലെ തന്നെ ഫ്രീ ആയി കിട്ടുന്ന റൈ കാർഡ്. ഇതൊക്കെ ആങ്കർമാൻ ആണെങ്കിൽ കിടലിനായിരിക്കും ഗൈസ്. ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു നല്ല രീതിക്കുള്ള ഒരു ഇത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാർഡുകൾ മാത്രം ഒന്ന് ആങ്കർമാൻ ചൂസ് ചെയ്തിട്ടൊന്ന് ഇട്ട് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്ന് പറയുക കേട്ടോ ഗൈസ്. പിന്നെ ഓൾറെഡി ഗൈസ് നിങ്ങൾ നമ്മുടെ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് CB യൂസ് ചെയ്യുന്ന സമയത്ത് ഒരാൾ ഡിസ്ട്രോയർ ഒരാൾ ബിൽഡപ്പ് ഒന്ന് ജസ്റ്റ് യൂസ് ചെയ്ത് നോക്കുക. സലിബയും ടോണി ആഡംസ് അല്ലെ ബെക്കംബറൊക്കെ യൂസ് ചെയ്യുന്ന പോലെ. പിന്നെ ഗൈസ് ഓൾറെഡി അല്ലെങ്കിൽ കന്നവേര ആയാലും ബറേസി ആയാലും മതി. കാരണം ഓൾറെഡി ഈ ഒരു അപ്ഡേറ്റിന് ശേഷം നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കന്നവേര, റൂമി, സുവാരസ് ഒക്കെ നമ്മൾ ഓൾറെഡി ഇന്നലെ ഇട്ടായിരുന്നു ആ ഒരു വീഡിയോയിൽ. അപ്പോൾ നല്ല രീതിക്ക് അവർ അത്യാവശ്യം നല്ല രീതിക്ക് പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഗൈസ് ഇപ്രാവശ്യം ടാക്ലിംഗ് ഇമ്പ്രൂവ് ചെയ്തപ്പം മൊത്തത്തിൽ എല്ലാവർക്കും റെഡ് കാർഡ്, യെല്ലോ കാർഡ്, ഫൗളുകളും കൂടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തോന്നിയവരാരെയും ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക. പിന്നെ മച്ചാവരെ നിങ്ങൾ യൂസ് ചെയ്യുന്ന എന്താ പറയുക പ്ലേ സ്റ്റൈലും ഫോർമേഷനും ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് മാനേജറാണ്. അപ്പോൾ എന്തായാലും ഗൈസ് ലോങ് ബോൾ കൗണ്ടറിലൊക്കെ നല്ല മാനേജർ ഓൺ ദ വേണം. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക. എന്തായാലും നമുക്കും ലിങ്കപ്ലൊക്കെ സെറ്റ് ആകും. കാരണം ഓൾറെഡി ഇപ്പോൾ വന്നിരിക്കുന്ന ഔട്ട്വേഡ് ആയതുകൊണ്ട് ഞാനൊക്കെ ലോങ് ബോൾ കൗണ്ടർ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്കും ലിങ്കപ്ലേ മാനേജർ ഇനി വരുമായിരിക്കും നമ്മുടെ ബെക്കംബറിനെയൊക്കെ പോലെ. അപ്പം ഓൾറെഡി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ മോറിൻഹോ വന്നപ്പോൾ ലോങ് ബോൾ ആയിരുന്നു, ഇപ്രാവശ്യം വന്നപ്പം അവർ പ്ലേ സ്റ്റൈൽ മാറ്റി. പിന്നെ ഗൈസ് നിങ്ങൾ എന്തായാലും
എന്താ പറയുക മാച്ച് പൊസിഷൻ്റെ കാര്യം അവരെന്തായാലും റെഡിയാക്കും എന്നാണ് കേട്ടത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. പിന്നെ ഓൾറെഡി ഗൈസ് നിങ്ങൾ GK യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഓൾറെഡി പറഞ്ഞായിരുന്നു ഈ ഒരു GK സമയത്ത് ബോൾ വരുന്ന GK ഒക്കെ വരുന്ന നോക്കി നിൽക്കുന്ന ഇതാണ്. അപ്പോൾ എന്തായാലും മച്ചാമാരെ ഞാൻ ഓൾറെഡി ഇറക്കുന്നത് നമ്മുടെ അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ് ഇറക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസീവ് നമ്മുടെ ലിവാക്കോവിച്ചോ അല്ലെങ്കിൽ ഒരു മാനുവൽ ന്യൂറൊക്കെ ജസ്റ്റ് ഒന്ന് ഇറക്കി വെക്കുക. എന്തായാലും മച്ചാമാരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും മച്ചാമാരെ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക, ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനൽ ഓൾറെഡി ഫസ്റ്റ് ഇംപ്രഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് രാത്രി 8 മണിക്കാണ് ലൈവ് ഉണ്ടാവാറ്. അപ്പോൾ ലൈവിലായിട്ടും അടുത്ത വീഡിയോയിലായിട്ടും കാണുന്നതായിരിക്കും. നാളെ പുതിയ പാക്കൊക്കെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗൈസ് നമ്മുടെ ഡ്രോപ്പ് പാക്ക് ഒരു നല്ല രീതിക്കുള്ള ഒരു പാക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ലൈവിലായിട്ടും കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.